ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തന്തൂരി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. യൂഷ്വലി റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്തൂരിലൊന്നല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ നോർമൽ ഗ്രില്ലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ വേണം. ഇപ്പോൾ ഒരു ബൗളിൽ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ അരമുറി ചെറുനാരങ്ങ. ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ചിക്കനെ 4 പീസാക്കി മുറിച്ചതാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതങ്ങനെ വരഞ്ഞാൽ മാത്രമേ മസാലാസ് എല്ലാം ചിക്കനിൽ ശരിക്കും പിടിക്കുള്ളൂ. ഇനി ആ മിക്സ് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ശരിക്കും ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം മസാല പിടിക്കണം. ഇനി ഇതൊന്ന് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ സെക്കൻഡ് മാരിനേഷനായിട്ട് നമുക്ക് തൈര് വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, കസൂരി മേത്തീൻ്റെ പൗഡർ, പിന്നെ കുരുമുളക് പൊടി. ഇപ്പോൾ ഒരു ബൗളിൽ നമുക്കൊരു 1/2 കപ്പ് തൈര്, നല്ല കട്ടി തൈര് തന്നെ വേണം. ഇനി അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കസൂരി മേത്തി പൊടിച്ചത്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഫസ്റ്റ് മാരിനേഷനിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ തൈര് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല കട്ടിയുള്ള തൈര് എടുക്കണം. വെള്ളമുള്ള തൈരാണെങ്കിൽ അത് നേരിയ തുണിയിൽ കെട്ടി വെച്ചിട്ട് വെള്ളം മൊത്തം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം, പിന്നെ ജീരകപ്പൊടി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ബേസിക് ഇൻഗ്രീഡിയൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ മിക്സ് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ചെറുനാരങ്ങയും തൈരും ഈ രണ്ടിൻ്റെ മിക്സാണ് ചിക്കനെ നല്ല സോഫ്റ്റ് ആക്കുന്നത്. പിന്നെ ഈ മാരിനേറ്റ് ചെയ്തിട്ട് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ എന്തായാലും വെക്കണം. കൂടിയത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര കൂടുതൽ ടൈം വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഈ മസാലയൊക്കെ ചിക്കനിൽ ശരിക്കും പിടിക്കാനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ചാർക്കോളാണ് ഞാൻ ചെയ്യുന്നത്. ഗ്രില്ലിൽ ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലില്ല എന്നുണ്ടെങ്കിൽ ഇത് നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു മൂടിയുള്ള പാത്രത്തിൽ ചിക്കൻ വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ച് ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഇട്ടിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ലിഡ് ക്ലോസ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ചിക്കനിൽ ആ ചാർക്കോളിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. ഒരു സൈഡ് ശരിക്കും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിലുള്ള നല്ല അടിപൊളി തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ശരിയായ ആ തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.